ജീവിതത്തില് ബലഹീനതകളെ, മാനസികമായ ദൗർബല്യങ്ങളെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളെ, നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ പ്രയാസം നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തിലേക്ക് അടുത്തു വന്നിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, കർത്താവ് ആ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം അത് മതിയായവനാണെന്നും ശക്തനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിൽ പകർന്നും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ വിഷയത്തിൽ ബലഹീനത, പക്ഷെ ദൈവം ബലവാനാണെന്നും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുത്തു വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബലഹീനതയിൽ ബലം പകരാൻ ദൈവം ശക്തനാണ്. നമ്മുടെ സാമ്പത്തികമായ പരിമിതികളിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നമുക്ക് കർത്താവിനത് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ സമയാസമയങ്ങളിൽ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മളുടെ കർത്താവിനത്തിൽ എത്തിച്ചേരുന്നെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കണം ദൈവത്തിന് പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ കരുണയും കനിവും നേടുവാൻ, ദൈവത്തിനായി, ദൈവിക സഹായത്തിനായി, ആശ്വാസത്തിനായി, അതായത് എന്ത് കാര്യം ഓർത്തേ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നമ്മൾ ആ വിശ്വാസത്തോടെയാണ് കടന്നു വരുന്നതെങ്കിൽ പരിമിതികൾക്കപ്പുറമായി ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ദൈവം മതിയായവനാണ്. എന്റെ ജീവിതത്തിൽ നടത്താൻ കർത്താവ് ശക്തനാണ്. എന്റെ കയ്യിലിരിക്കുന്നത് വെച്ചല്ല, എന്റെ ഓരോ ദിവസത്തെ അധ്വാന ഫലം വെച്ചല്ല, എന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അതിശയനമായി നടത്താൻ ദൈവം ശക്തനാണെന്നുള്ള വിശ്വാസം നമുക്കുള്ളത് വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ അവിടെ കൊണ്ട് നിർത്തരുത്. അത് ഒരു വശമാണ് നാണയത്തിന് മറ്റൊരു വശമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ എന്റെ ജീവിത പരിമിതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഉപയോഗിപ്പാൻ ദൈവം ശക്തനാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിനെ സേവിക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ സേവിക്കുക, സെർവിങ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുന്നതാണ് കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യത്തിൽ മാത്രം നമുക്ക് വിശ്വാസം പോരാ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ, അത് സാമ്പത്തികമായ നമ്മുടെ ക്ഷീണത്തിൽ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കുന്ന പോലെ തന്നെ സാമ്പത്തികമായ നമ്മുടെ ഞെരുക്കത്തിലും ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ, എന്നെ തന്നെ എനിക്കുള്ളതിനെയും കൊടുപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന, അത് വിശ്വാസം തന്നെ ഉളവാകണ്ടേ. നാണയത്തിന്റെ ഒരു വശം മാത്രം ഒതുങ്ങി നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് സ്വാർത്ഥമായി പോകുന്നത്. എന്നാൽ ഒരു വശമല്ലെങ്കിൽ മറുവശം കൂടെയുണ്ട്. ആ മറുവശം ഇതാണ്: ദൈവത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവത്തിനും അതിന്റെ മറുവശം കൂടെ ഓർത്തോണം. ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ കൊടുക്കുവാൻ, എനിക്കുള്ളതിനെ കൊടുക്കുവാൻ, ഏത് ഞെരുക്കത്തിലും നാം വിശ്വസിക്കുന്നില്ലേ, ഏത് ഞെരുക്കത്തിലും കർത്താവിനെ നടത്താൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കുന്ന പോലെ തന്നെ ഏത് ഞെരുക്കത്തിലും, എത്ര ശാരീരിക ബലഹീനതയിലും, എത്ര മാനസികമായ ബലഹീനതയിലും, എത്രമായ സാഹചര്യങ്ങളുടെ ഞെരുക്കത്തിലും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന അതേ നമ്മൾ ഇതും കൂടെ വിശ്വസിക്കണം. ഈ ഒരവസ്ഥയിൽ കർത്താവിന് വേണ്ടി എന്നെ ഉപയോഗിപ്പാനും ദൈവം ശക്തനാണ്. എന്റെ നാവിനെ, എന്റെ വാക്കിനെ, എന്റെ ജീവിതത്തെ, എന്റെ മുഖഭാവത്തെ, എന്റെ പെരുമാറ്റത്തെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സകലതിനെയും ജീവിത സാഹചര്യങ്ങളുടെ എല്ലാ പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർത്താവിന് പ്രാപിക്കുന്ന കാര്യത്തിൽ മാത്രം ആ വിശ്വാസ തീഷ്ണത ഉണ്ടായാൽ പോരാ, കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിലും, മിനിസ്ട്രിയുടെ കാര്യത്തിൽ, മിഷന്റെ കാര്യത്തിൽ, അതായത് കർത്താവിന്റെ വേലയിൽ ചുമൽ കൊടുക്കുന്ന കാര്യത്തിൽ, അവന്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യത്തിൽ, അവനെ അനുസരിക്കുന്ന, അവന്റെ ഹിതം നിവർത്തിക്കുന്ന, അവന് വേണ്ടി ഫലം കായ്ക്കുന്ന കാര്യത്തിലും അതേ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ പ്രസാദം ഉണ്ടാകുന്നത്. നാണയത്തിന്റെ രണ്ടു വശം ഉണ്ടാകുന്ന അവിടെയാണ്. അത് ഒരു വശം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആ തീവ്രമായ ആ വിശ്വാസം, ധൈര്യമായി ഉത്കണ്ഠാകുലരാകാതെ, ആകുലചിത്തരാകാതെ, വിഷയങ്ങളാൽ സമ്മർദ്ദത്താൽ ഭരിക്കപ്പെടാതെ, ക്രിസ്തുയേശുവിനാൽ തന്നെ നിയന്ത്രിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് അവന്റെ ശക്തിയെയോ അവന്റെ ബലത്തെയോ കഴിഞ്ഞ നാളുകൾ അവൻ താൻ ചെയ്ത ഉപകാരങ്ങളെ നടത്തിയ വിധങ്ങളിൽ തമ്മിൽ പറഞ്ഞും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഓർത്തെടുത്തും ഒക്കെ നാം മുന്നോട്ട് പോകുന്നതും തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊരു മാറ്റവുമില്ലെന്നാൽ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. ആ മറുവശം വീണ്ടും ഞാൻ പറയട്ടെ, ഇങ്ങനെ കടന്നു പോകുന്ന എന്റെ ജീവിത സാഹചര്യത്തിൽ എന്റെ സാഹചര്യങ്ങൾ മാറി, എന്റെ സാഹചര്യങ്ങളുടെ വിശാലത വരുമ്പോഴല്ല ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന ഓരോ ദിവസവും സാഹചര്യങ്ങൾക്ക് അതീതമായി കർത്താവിനെ എന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ക്രിസ്തീയ ജീവിതം ഫലപ്രാപ്തിയിലെത്തുന്ന അവിടെയാണ്. കർത്താവിന് മേടിക്കുന്ന കാര്യത്തില്, അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇന്ന്, കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം നാളെ.
അതൊരിക്കലും ദൈവമക്കൾക്ക് ഭൂഷണമല്ല, യോഗ്യമല്ല എന്ന് ഇന്ന് രാത്രി പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കാം. ഇപ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിക്കുക. എന്നാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ നാളെ ഒരു ദിവസം വരും. അതിന്റെ അവസ്ഥയൊക്കെ മാറും. ഞങ്ങൾ ആരോഗ്യം പ്രാപിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരും, ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാകും, സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകും, ഞങ്ങളുടെ കുറച്ചുകൂടെ മെച്ചപ്പെടും, കുറച്ചുകൂടെ ഒരു പ്രാരാബ്ദങ്ങൾ മാറും, എല്ലാം ഒന്ന് നേരെയാവും. അപ്പോൾ ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. അപ്പോൾ ഞങ്ങളെല്ലാം ദൈവഹിതം പോലെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാം, ഞങ്ങൾ തീഷ്ണയുള്ളവരാകാം എന്നുള്ള ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ, നാളെയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യത്തിൽ ഇന്നും വെക്കുന്നത് തമ്മിൽ ചേർന്ന് പോത്തില്ല. അതിനെ ദൈവം നോക്കിക്കാണുന്നത് സ്വാർത്ഥതയായിട്ട് നോക്കിക്കാണത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും നമ്മളിൽ ആരിലും ഉണ്ടാകരുത്. ഇന്ന് തന്നെ എന്റെ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങളുടെ നടുവിലും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി എന്നെ പ്രവർത്തിപ്പിക്കുവാനും എന്നെ സജ്ജമാക്കുവാനും എന്നെ ഉപയോഗിപ്പാനും ദൈവം ശക്തനാണ്. ഈ തിരിച്ചറിവാണ് നമ്മളെ ഫലപ്രാപ്തിയിലേക്ക് നയിക്കുന്നതും സമൂഹത്തിന്റെ മുമ്പിൽ നാം തല കുനിക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മളെ നാളെക്കുള്ള ഒരു ലോട്ടറി വിൽപ്പനക്കാരന്റെ ഭാഗ്യക്കുറി വിൽക്കുന്നവന്റെ എന്താ വിളിച്ചു പറയുന്ന പോലെ, ഒരു പ്രസിദ്ധമാക്കുന്ന പോലെ ഒരു ജീവിതമല്ല ഒരു ദൈവവൈതന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. മറിച്ച് ഇന്നാണ് എനിക്ക് തന്നിരിക്കുന്ന ദിവസം. ഇന്ന് ക്രിസ്തുവിൽ സന്തോഷിക്കുക, ഇന്ന് ക്രിസ്തുവിൽ ആനന്ദിക്കുക, ഇന്ന് ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തുക, ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. നാളെ എനിക്കുള്ളതല്ല. നാളെ എന്നുള്ള ദിവസം ദൈവത്തിന് വേണ്ടിയിരിക്കുന്നു. ആ നാളെ ഇന്നാകുമ്പോൾ അന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്നെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ആഗ്രഹം ഉണ്ടാകട്ടെ. ഒരു ഫോൺ കോൾ കൊണ്ടായിക്കോട്ടെ, ഒരു സന്ദർശനം കൊണ്ടായിക്കോട്ടെ, ഒരു സാമീപ്യം കൊണ്ടായിക്കോട്ടെ, ഒരു എഴുത്തുകൊണ്ടായിക്കോട്ടെ, ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ, ഒരു സഹായം കൊണ്ടാകട്ടെ, ജീവിതത്തിൽ ദൈവം തരുന്ന ഏത് ജീവിത സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കാൻ, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കും കൃപാവരത്തിനും ഒത്തവണ്ണം നമ്മളിൽ പകർന്നിരിക്കുന്നതിന്റെ കണക്ക് മാത്രമേ കർത്താവ് ചോദിക്കത്തുള്ളൂ. അങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ. നമ്മള് തീവ്രമായി മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ ദുഃഖമുള്ളപ്പോൾ തന്നെ വേറൊരു വശം കൂടെ ഉണ്ട്. നമുക്ക് അറിഞ്ഞു പ്രവർത്തിപ്പാൻ കഴിയുന്ന മേഖലകളെ ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി കൈത്താങ്ങലായി നിൽക്കുവാൻ, ഏത് ജീവിത സാഹചര്യങ്ങളിലും പ്രയോജനപ്പെടുവാൻ വെച്ചിരിക്കുന്ന മേഖലകളെ മറന്നുകൊണ്ടല്ല നമ്മുടെ ദുഃഖവും നമ്മുടെ വേദനയും. തീവ്രമായ ദുഃഖങ്ങൾ, വിവിധ വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ തന്നെ പ്രവൃത്തിപഥത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നാം അനുഭവിച്ചറിയണം. കർത്താവ് നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുക മാത്രമല്ല, ഭയം നീക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളോട് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ ജീവിതത്തിലെ ആവശ്യങ്ങളെ തരാമെന്ന് പറയുക മാത്രമല്ല, സാധിപ്പിച്ച് തരികയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ അവന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് നാം പറയുക മാത്രമല്ല, പ്രയോജനപ്പെടുക എന്നുള്ളത് നമ്മുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമാണ്. കർത്താവ് തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുമ്പോൾ നാം നമ്മുടെ കർത്തവ്യങ്ങൾ കർത്താവിന് വേണ്ടി നിറവേറ്റാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവദിന ചിന്തകളെ നമുക്ക് നിയോളം നൽകി തന്ന കർത്താവ് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായമാണ് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 3 അധ്യായങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ നമ്മളെ സഹായിച്ചു. അതിന്റെ എല്ലാ ഭാഗങ്ങളും ആഴത്തിൽ ചിന്തിച്ചതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒന്നെനിക്കറിയാം, ഈ പഠന സമയങ്ങളിൽ ഫിലിപ്പിയ ലേഖനം നമുക്ക് ദൈവം തരുന്ന എല്ലാ ചിന്തകൾക്കായി നാളുകളിൽ വീണ്ടും നമ്മൾ ഫിലിപ്പിയ ലേഖനം പഠിച്ചാൽ ഇതിന്റെ ഇരട്ടിയായി നമ്മളോട് സംസാരിക്കാൻ ദൈവം ശക്തനാണ്. ഒരു ലേഖനവും വഴി എടുത്തു പഠിക്കുന്നതുകൊണ്ട് അതിന്റെ പഠനങ്ങൾ തീരുന്നില്ല, അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതിന്റെ എല്ലാ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. എപ്പോഴൊക്കെ ആരൊക്കെ ഈ ഭാഗങ്ങൾ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അതിന്റെ ആഴത്തിൽ വീണ്ടും ദൈവം നമ്മളോട് സംസാരിപ്പാൻ ശക്തനാണ്. നമുക്ക് തരുന്ന ചിന്തകളിൽ നമുക്ക് അതേ ഉറയ്ക്കാം, നമുക്ക് ഹൃദയത്തിൽ ധ്യാനിക്കാം. 4-ാം അധ്യായം അധ്യായം എപ്പോഴും പറയുന്നത് ഇതൊരു കത്താണ്. ഇതൊരു അധ്യായങ്ങളായിട്ട് ഒരിക്കലും ചിട്ടപ്പെടുത്തിയിരുന്നില്ല. പിൽക്കാലത്ത് ആണ് ഇതൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി വാക്യങ്ങളായി അധ്യായങ്ങളായിട്ട് വേർതിരിച്ചത്. അതുകൊണ്ട് ഒരു ദൃഢമായ കത്തായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ വായിക്കുമ്പോൾ കാണാവൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും അതാണ്, കത്തുകൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. ഇതൊരു കത്താണ്, ആ കത്ത് ആരംഭിക്കുന്നു, ഒടുവിൽ അത് അവസാനിക്കുന്നു. അതിനെ വേറമായിട്ട് വേർതിരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പഠനാർത്ഥവും പഠന സൗകര്യാർത്ഥവും വായന സൗകര്യാർത്ഥവും ഒക്കെ ആയിട്ടാണ് വേദോത്സവം അങ്ങനെ ചിട്ടപ്പെടുത്തിയത് എന്നും കൂടെ ഞാൻ ഇടയ്ക്കിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവൻ. അപ്പം
നമ്മൾ കഴിഞ്ഞ ആഴ്ച തിരിച്ചു നിർത്തി. നമ്മുടെ വർത്തമാനകാല ഉറപ്പെന്താണ്? നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ ഭാവികാല പ്രത്യാശ എന്താണ്? നമ്മളെ ചേർക്കാൻ കർത്താവ് വരും. ഇതിനെ രണ്ടിനെ കൂടെ കണക്ട് ചെയ്യുന്ന ജീവിത അനുഭവം എന്താണ്? നമ്മുടെ ഉള്ളിലെ തുടിപ്പ്, ആകാംക്ഷ, ഞരക്കം, ആ ദൈവത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പിന്റെ, കർത്താവിനായിട്ടുള്ള കാത്തിരിപ്പിന്റെ നമ്മുടെ ആകാംക്ഷയാണ് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ കർത്താവിൽ നിലനിൽക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയരും ഞാൻ ഉത്കടമായ അഭിലഷിക്കുന്നതുമായ സഹോദരങ്ങളെ, എന്റെ ആനന്ദവും മകുടവുമായ വത്സലരെ, കർത്താവിനോട് വിശ്വസ്തരായി ഇപ്രകാരം തന്നെ തുടരുക എന്ന് പറയുമ്പോൾ, ഇപ്രകാരം ഇങ്ങനെ നിലനിൽപ്പി. നമുക്കത് നമ്മൾ ഈ അധ്യായങ്ങൾ ചിന്തിച്ച് എങ്ങനെ നിലനിൽക്കണമെന്നുള്ള അല്ലെ, നമ്മൾ ഈ കഴിഞ്ഞ ദീർഘ ആഴ്ചകളായി നമ്മൾ ചിന്തിക്കുന്നതാണ് എങ്ങനെ നിലനിൽക്കണം. ഇനി ഞാനത് പുറകോട്ട് പോയി പറയേണ്ട കാര്യമില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവിൽ സന്തോഷിച്ച്, കർത്താവിൽ ആനന്ദിച്ച്, കർത്താവിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട്, പ്രതിസന്ധികളാൽ ബാധിക്കപ്പെടാതെ, അതെ, ദുരുപദേശങ്ങളാൽ വലയപ്പെടാതെ, സ്വാധീനിക്കപ്പെടാതെ, ക്രൂശിന്റെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ക്രൂശിന്റെ മിത്രങ്ങളായി, യേശുവിന്റെ മിത്രങ്ങളായി, യേശുവിന്റെ മക്കളായി സ്വർഗീയ പ്രത്യാശയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, വർത്തമാനകാല ഉറപ്പിൽ നിലനിന്നുകൊണ്ട്, കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് നാം നിലനിൽക്കുക. അതേ, യഥാർത്ഥമായ ഹൃദയ പരിച്ഛേദന ഏറ്റവരായി നാം നിലകൊള്ളുക. പ്രശംസിക്കേണ്ടത് ഏതിലൊന്നും എന്തിനെ വ്യർത്ഥമായി കരുതണമെന്നും, എന്തിനായി നോക്കി പാർക്കണമെന്നും, ഏതിനു വേണ്ടി ഓടണമെന്നും, ലക്ഷ്യം വെക്കണമെന്നും, നമ്മുടെ ലാക്ക് ഏതാണെന്നും, നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നും അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കും. ഇങ്ങനെയാണ് കർത്താവിൽ നിലനിൽക്കണം. ഇങ്ങനെ വേണം കർത്താവിൽ നിലനിൽക്കാനെന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പം അവിടെ ഇങ്ങനെ പറയുന്നത്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വാഞ്ചിതരുമായ സഹോദരന്മാരെന്ന് വെച്ചാൽ എന്തോ അർത്ഥം എന്നറിയോ? ഞാൻ ഏറ്റവും അധികം കാണുവാൻ ആഗ്രഹിക്കുന്നവരായ മൈ ലവ്ഡ് വൺസ് എന്നാണ്. ആൻഡ് ഐ ലോങ് ടു സീ യു. ഐ ലവ് യു ആൻഡ് ഐ ലോങ് ടു സീ യു. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ കാണാൻ വളരെ വാഞ്ചയാണ്. അതാണ് എന്റെ പ്രിയരും വാഞ്ചിതരുമായ എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ കാണുവാൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ, കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സാന്നിധ്യത്തിനായി വാഞ്ചിക്കുക ഞാൻ. അങ്ങനെ ഞാൻ അധികമായി വാഞ്ചിക്കുന്ന എന്റെ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കും. അപ്പൊ അപ്പോസ്തലൻ ശരിക്കും പറഞ്ഞ ഫിലിപ്പിയൻ വിശ്വാസികളെ കുറിച്ച് വളരെയധികം പുകഴുന്നു. തന്റെ ഒരു പ്രശംസയായി, ഒരു വ്യക്ത പ്രശംസയല്ല, ഒരു അനുഗ്രഹീത പ്രശംസയായി ഇവർ തീരുകയാണ്. അവരുടെ വിശ്വാസ ജീവിതവും അത് അപ്പോസ്തലൻ അവരോട് എത്ര സ്നേഹം ഉളവാക്കിയെന്നു, ആഴമായ സ്നേഹം അപ്പോസ്തലൻ അവരോട് ഉളവാക്കി. അത് താൻ മാറി മാറി ഈ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് താൻ അവരെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളാണ് എന്റെ സന്തോഷം, നിങ്ങളാണ് എന്റെ കിരീടം. എത്രമാത്രം താൻ അവരെ, എന്റെ ആനന്ദവും മകുടവുമായ പ്രിയപ്പെട്ടവരെ, വത്സലരെ, ഇത് വളരെയധികം താൻ അവരുമായുള്ള ബന്ധത്തിൽ അവരുടെ സ്ഥാനങ്ങളെ അപ്പോസ്തലൻ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവരോട് തുറന്നു പറയുക. അതൊക്കെ അവരെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്. തിരുത്തലുകൾ, ശാസനകൾ, ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ. അതുപോലെ തന്നെ അപ്പോസ്തലന്റെ പ്രത്യേകതയാണ് ബന്ധങ്ങളുടെ തീവ്രതയും വെളിപ്പെടുത്തും. നമ്മുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് മലയാളികളുടെ, പ്രത്യേകിച്ച് എല്ലാം പറയും, പക്ഷെ ബന്ധങ്ങളുടെ തീവ്രത പറയത്തില്ല. അത് പറയണമെങ്കിൽ ആള് മരിക്കണം. ആള് മരിച്ച ആള് കേൾക്കാതെ ആളുടെ അരികെ നിന്ന് നമ്മൾ പറയും, ഇയാളെ എനിക്ക് അതായിരുന്നു, ഇയാളെ എനിക്ക് ഇതായിരുന്നു. ആള് മരിക്കാതെ നമ്മുടെ വായിനെന്ത് വരത്തില്ല, ബന്ധത്തിന്റെ തീവ്രത വരത്തില്ല. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ആൾക്ക് കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വാ തുറക്കും.
ആക്ക് കേൾക്കാൻ കാതുള്ളപ്പോ നമ്മൾ വാ അടയ്ക്കും. എന്നിട്ട് നമ്മൾ എന്തു പറയും? പിന്നെ വാ തുറക്കുന്ന മൊത്തം എന്തിനു വേണ്ടിയാ? എന്തൊക്കെയാണോ നമുക്ക് പറയാനുള്ളത് അതെല്ലാം പറയും. പക്ഷെ ആ വ്യക്തിയുടെ അകത്തുനിന്ന് ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവുന്ന, ബാക്കി നമ്മൾ പറയുന്ന ശാസനകളും നമ്മൾ പറയുന്ന എല്ലാ തിരുത്തലുകളും ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുന്ന ഒരു റെസ്പോൺസ് ആണ്, ഒരു പ്രതികരണമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇത്രമാത്രം എല്ലാ കാര്യം വിവരിച്ചു പറയാനുള്ള കാര്യം എന്റെ ജ്ഞാനം വെളിപ്പെടുത്തി നിങ്ങളെക്കാളൊക്കെ ഞാൻ ശ്രേഷ്ഠനാണ്, എന്നെ പോൽ ഇങ്ങനെ ലാക്കിലേക്ക് ഓടുന്ന, എന്നെ പോൽ ഇത്രയും ബിരുദനായി ഓടുന്ന, എന്നെ പോൽ ഇത്രയും പരിജ്ഞാന ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് തന്റെ ശ്രേഷ്ഠതയെ അറിയിക്കാനല്ല ഞാനിത് പറഞ്ഞത്. മറിച്ച് നിങ്ങൾ എന്റെ ഉള്ളിൽ ആയിരിക്കുന്ന സ്ഥാനം അത്രയും ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ബന്ധങ്ങളുടെ വില നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിൽ ഉരുത്തിയുന്ന ശാസനകളും തർജനങ്ങളും മുന്നറിയിപ്പുകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താ തോന്നുന്നത്, എന്നോട് ഒരു സ്നേഹവും ഇല്ല, എപ്പോഴും എന്നെ വഴക്ക് പറയത്തേ ഉള്ളൂ. ഇത് ഫിലിപ്പീനിലുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ അറിയുക മാത്രമല്ല, അവസരം ലഭിച്ചപ്പോൾ തന്റെ കൈകൾ ചലിച്ചു, തൂലിക ചലിച്ചു. അത് നമ്മൾ ഈ ഫിലിപ്പിയിലെ രണ്ട് കാര്യം മുമ്പ് ചിന്തിച്ചില്ലേ? അതെന്തായിരുന്നു? മാതൃകപരമായി ജീവിക്കുന്ന സഭയ്ക്ക് റോൾ മോഡലായ രണ്ട് ചെറുപ്പക്കാരെ അപ്പോസ്തലന് മുമ്പ് ഒന്ന് പ്രകീർത്തിച്ചു. ആരാ? ഒന്ന് തിമോഥെയോസും, രണ്ട് എപ്പഫ്രോദിത്തോസും. അവരെ കുറിച്ച് പറയാനും ഒരു മടി കാണിച്ചില്ല. എനിക്ക് ആരാണെന്ന് പറയാൻ ഒരു മടി കാണിച്ചില്ല. ഇപ്പോൾ ഫിലിപ്പിയരെ ആകമാനം പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയരും ഞാൻ ഏറ്റവും അധികം കാണാൻ വാഞ്ചിക്കുന്നതുമായ എന്റെ സഹോദരന്മാരെ, സഭയോട് ഒരുമിച്ചാ പറയുന്നത്. സഭയെ എന്നാണ് യഥാർത്ഥത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാന്നറിയാമോ? എനിക്ക് നിങ്ങൾ എന്റെ സന്തോഷമാണ്. ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, എന്നെ ക്രിസ്തുവിൽ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം എന്റെ ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുന്ന ഒരു ഘടകം കൂടാ നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ തരുന്ന സന്തോഷം, എനിക്ക് അഭിമാന മകുടമാ നിങ്ങൾ, എന്റെ കിരീടമാണ് നിങ്ങൾ. അല്ല, അതായത് ഇങ്ങനെ പറയാം, എന്റെ വേലയ്ക്ക്, അതവിടെ പറയുമ്പോൾ അതിനകത്ത് വളരെയധികം തന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ താൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ അവരെ സന്തോഷിപ്പിക്കാനല്ല. Therefore, my dear brothers and sisters, ഇവിടെ സഹോദരന്മാരെ നമ്മുടെ ഇതിൽ പറയുമ്പോ ബ്രദറൻ, സഹോദര വർഗങ്ങളെ, my dear brothers and sisters, stay true to the Lord. അതിന്റെ അർത്ഥം, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കണം. എന്താ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവിൽ ഉറച്ചു നിൽക്കുക, ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ നിൽക്കുക, സത്യസന്ധമായി നിലകൊള്ളുക, സത്യത്തിന് വേണ്ടി നിൽക്കുക. എന്നിട്ട് പറയാൻ, I love you and long to see you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കാണാൻ ഞാൻ വല്ലാതെ വാഞ്ചിക്കുന്നു. എന്നിട്ട് പറയാം, ഡിയർ ഫ്രണ്ട്സ്, എന്റെ പ്രിയ സ്നേഹിതരെ, for you are my joy, നിങ്ങളാണ് എന്റെ സന്തോഷം, and the crown I receive for my work, എന്റെ വേലയ്ക്ക് പാരിതോഷികമായി ലഭിച്ച. ഫിലിപ്പിയിൽ ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നുള്ള സത്യമാണ്, അടിയേറ്റുന്നുള്ള സത്യമാണ്, തെരുവീതിയിലൂടെ മേൽവസ്ത്രം അഴിച്ച് നിന്ദിതരായി ഞങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്, പ്രതിസന്ധികൾ അനവധി ഉണ്ടായെന്നുള്ള സത്യമാണ്, ദൈവസഭയുടെ സ്ഥാപനത്തിനായി കഷ്ടങ്ങളിലൂടെ കടന്നുപോയുള്ള സത്യമാണ്. പക്ഷെ ഇന്ന് എന്നോട് ചോദിക്ക്, ഫിലിപ്പിയൻ തെരുവിലൂടെ ഞാൻ വിവസ്ത്രനായി എന്നെ നടത്തിയതോ, കാരാഗ്രഹത്തിലേറ്റ പീഡനങ്ങളോ, മുറിവുകളാൽ വേദനിച്ചതോ,
അല്ല ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത്. പിന്നെയോ ആ വേലയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച പ്രതിഫലമാ, ഞങ്ങളുടെ മാനമാ നിങ്ങൾ, എന്റെ സന്തോഷമാ നിങ്ങൾ. എന്താണ് ആ സന്തോഷം? ക്രിസ്തുവിൽ നിങ്ങൾ നിലനിൽക്കുന്നതും, കർത്താവിന് വേണ്ടി നിങ്ങൾ കഷ്ടങ്ങൾ സഹിക്കുന്നതും, അവന്റെ നാമത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന, നിങ്ങൾ നടക്കുന്ന, നിങ്ങൾ ജീവിക്കുന്ന ആ ജീവിതമാണ് എന്റെ കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം. എന്റെ തലയിൽ ഒരു കിരീടം വെച്ചാൽ ആ കിരീടം നിങ്ങളാണ്. സന്തോഷമായ ഒരു സമ്മാനം തന്നാൽ ആ സമ്മാനം നിങ്ങൾ. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവസഭയെ, ഒരു ദൈവസഭയ്ക്ക് ഒരു സഭാസ്ഥാപകനിൽ നിന്ന്, ഒരു സഭാ ശുശ്രൂഷയിൽ നിന്ന്, ലീഡേഴ്സിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലുണ്ടോ? നിങ്ങൾ എന്റെ തല ഉയർത്തി എന്റെ ശിരസിൽ ഒരു കിരീടം വെച്ചാൽ, ആ അപ്പോസ്തലൻ നന്നായിട്ട് ഈ കിരീടം എവിടെ വെച്ചാ കിട്ടുന്നത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല എന്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ച ഏവർക്കും കൂടെ. പക്ഷേ ഞാനൊരു കിരീടത്തിനായി കാത്തിരിക്കുന്നു, ഓടുന്നുള്ള സത്യമാണ്. കിരീടത്തിനല്ല താൻ ഓടുന്നത്, കർത്താവിന്റെ പുനരുത്ഥാനത്തിനാണ്. കർത്താവ് അതെ വാഗ്ദാനത്തിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഓടുന്നത്. എന്നാൽ താൻ പറയണ, ഇപ്പോൾ എനിക്കൊരു കിരീടം ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ എനിക്കൊരു നിറവുണ്ട്, സന്തോഷത്തിന്റെ നിറവ്. അത് ആരാന്ന് കേൾക്കണോ? അത് നിങ്ങളാ പ്രിയ സഹോദരങ്ങളെ. ഒരു ദേശത്ത് വേല ചെയ്യുമ്പോൾ അവിടെ ഏൽക്കുന്ന എല്ലാ അപമാനങ്ങൾക്കും കഷ്ടങ്ങൾക്കും ക്ലേശങ്ങൾക്കുമുള്ള മറുപടി, ആ വേദനകൾ മറക്കുന്നുണ്ടല്ലോ. ആ നാട്ടിൽ അപ്പോസ്തലനെ പ്രമുഖനായി മാനിച്ച് ഗവർണറാക്കി, അല്ലെ ആ നാടുവാഴിയാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും രാജപദവി കൊടുത്ത്, ഭണ്ഡാരങ്ങൾക്ക് അവകാശം കൊടുത്ത്, ഏതാണ്ട് ചക്രവർത്തിമാർ കൂടെ ഇരുത്തുമ്പോഴല്ല താൻ മാനം കാണുന്ന. പിന്നെയോ എന്തിനു വേണ്ടി ഒരു ദേശം തന്നെ അയച്ചോ, ആ വേലയുടെ ഫലമായ ദൈവ മക്കളെ, ദൈവസഭയെ കാണുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാണ് ഞങ്ങൾക്ക് ദേശത്ത് കിട്ടുന്ന മാനം, ഇതാണ് ഞങ്ങൾക്ക് തലയിൽ വെക്കുന്ന കിരീടം. നിങ്ങളാണ് ഞങ്ങളുടെ കിരീടം, നിങ്ങളാണ് എന്റെ കിരീടം. എന്റെ വേലയ്ക്ക് പ്രതിഫലമായി ലഭിച്ച, വേലയ്ക്ക് അനന്തര ഫലമായി ലഭിച്ച കിരീടവും സന്തോഷവും നിങ്ങളാണ്. ഇത് ഇങ്ങനെ നാം ആയിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഏത് മുറിവുകളെ മറക്കാൻ പറ്റും? കാരാഗ്രഹത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ഏത് വേദനകളെയും മറക്കാൻ കഴിയുന്ന ശക്തി എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവേശുവിലൂടെ ജനിപ്പിച്ച മക്കൾക്കുണ്ട്. അവരുടെ നേരുള്ള സത്യസന്ധതയുള്ള ജീവിതം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാനെങ്ങനെ സഭയ്ക്കൊരു അനുഗ്രഹമാകുന്നത്, ഞാൻ എന്റെ സഭയ്ക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ സഭയ്ക്കൊരു പ്രയോജനമാകുന്നത്, ഞാനെങ്ങനെ ശുശ്രൂഷകർക്കൊരു സഹായമാകുന്നത്. പ്രധാനമായും സഹായകരമാണ് ജീവിതത്തിലാണ്. ഒരു മകുടമായി, ഒരു സന്തോഷമായി, ഒരാനന്ദമായി അവർക്ക് അനുഭവിക്കത്തക്കവണ്ണം ദൈവസഭയോടും ദൈവത്തോടും കാണിക്കുന്ന എന്തുകൊണ്ട് വിശ്വസ്തയുള്ള ജീവിതമാണ് പ്രധാനമായും നമ്മളെ അനുഗ്രഹമാക്കി തീർക്കുന്നത്. അത് കഴിഞ്ഞാണ് അടുത്ത ഫലത്തിലേക്ക് വരുന്നത്. ആദ്യം പുറപ്പെടുവിക്കേണ്ടത് സ്റ്റേ ട്രൂ ടു ദ ലോർഡ് എന്ന് വെച്ചാൽ വിശ്വസ്തയോടെ മേൽപ്പറഞ്ഞ ജീവിതത്തിൽ നിലകൊള്ളുക. അത് നിലകൊണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ നിലകൊള്ളുന്നത് തന്നെ വലിയ ഫലപ്രാപ്തിയാ, അത് തന്നെ വലിയ സാക്ഷ്യമാ, അത് തന്നെ സഹോദരങ്ങൾക്ക് വലിയ ശക്തിയാ, ശുശ്രൂഷകർക്ക് വലിയ ബലമാ. അവരുടെ ഉള്ളത്തിലെ ഏത് വേദനകളെയും മറപ്പിക്കുവാനുള്ള ശക്തി, അതിനെ റീപ്ലേസ് ചെയ്യുവാനുള്ള ശക്തി, അത് സന്തോഷം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ മറ്റു പല വിഷയങ്ങളാൽ അവർ ഭാരപ്പെടുമ്പോൾ ആ ഭാരത്തെ മാറ്റി അത് സന്തോഷമാക്കി മാറ്റാൻ ഈ ദൈവമക്കൾക്ക് കഴിയും. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്കൊന്നും പറ്റും, അയ്യോ എനിക്ക് അങ്ങനെ പറ്റുമോ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അയ്യോ എന്നെ കൊണ്ട് അങ്ങനെ പറ്റുന്ന ചോദിച്ച വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിച്ചുകൊണ്ട് സത്യസന്ധമായി വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഓരോ അവയവങ്ങളായി ദൈവസഭയിൽ നിലകൊള്ളുക, അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ദൈവമക്കളെ ഓർത്ത്, ദൈവസഭയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. മകുടമായി സന്തോഷമായി അവരയച്ചു കൊടുത്ത ദാനത്തിൽ
നന്ദി പറയുന്നു തുടർന്നു. പക്ഷേ നിങ്ങളെ ജ്ഞാനത്തെക്കാൾ വഴി നിങ്ങൾ തന്നെ എന്റെ സന്തോഷം. അതാ പ്രിയരെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സുഗ്രാഹ്യമായ ജീവിതം, ഒരു പ്രസാദമുള്ള വാസന പരത്തുന്ന ജീവിതം എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് വിശ്വസ്തയോടെ നാം നിലകൊണ്ടുകൊണ്ട് ദുരുപദേശങ്ങളാൽ വലിച്ച് അതെ പഠിപ്പിക്കപ്പെടാതെ ദുരുപദേശങ്ങളെ തികച്ചും തള്ളി മാറ്റിക്കൊണ്ട് കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവരെ പോലാകാതെ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യോപദേശങ്ങളെ തിരിച്ചറിഞ്ഞ് അഹംഭാവമില്ലാതെ ഹൃദയ പരിച്ഛേദനയോടുകൂടെ ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തം പ്രവൃത്തികളിൽ ഊന്നാതെ ദൈവം ചെയ്ത നീതീകരണ പ്രവൃത്തികളിലൂന്നി ക്രിസ്തുവിൽ മാത്രം പ്രശംസിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ അർത്ഥ പ്രശംസയും വേരോടെ പിഴുതെറിഞ്ഞ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുവാൻ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ആദ്യ പടി തന്നെ ശ്രേഷ്ഠമാണ്. അതാണ് നമുക്ക്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞാൻ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണോ, ഞാൻ ശുശ്രൂഷകർക്ക് ഒരു തണുപ്പാണോ, അതോ ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിലേ, അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലേ, സഭയ്ക്ക് കനത്തിൽ എന്തെങ്കിലും കൊടുത്തെങ്കിലേ സഭയ്ക്ക് ഞങ്ങളൊരു അനുഗ്രഹമാകത്തുള്ളൂ എന്ന് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ അവരോടുള്ള ഉത്തരമാണിത്. അയ്യോ, ഇവർ സഭ അയച്ചു കൊടുത്തു, അതൊക്കെ പിന്നീടാ പറയുന്നേ. സഭ അയച്ചു കൊടുത്തതല്ല അപ്പോസ്തലരുടെ സന്തോഷം, അതിനവരെ ബ്ലസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ നേരുള്ള ജീവിതമാണ് എന്റെ സന്തോഷം. എന്റെ തലയിൽ കിരീടമായി ഞാൻ അണിയുന്നത് നിങ്ങൾ അയച്ചു തന്ന പണത്തിന്റെ ഘനമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഘനമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിർമ്മലതയാ, നിങ്ങളുടെ ജീവിതത്തിന്റെ നേരാ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സത്യസന്ധതയാ, നിങ്ങളുടെ നേരുള്ള ജീവിതമാണ് ഈ ദേശത്ത്. അപ്പോസ്തലൻ പറയാ, കാരാഗ്രഹത്തിനകത്ത് കിടക്കപ്പെടും എന്റെ തലയിലൊരു കിരീടം ഉണ്ടാവും, വിരിപ്പേരെ നിങ്ങളാ. പ്രിയരെ, നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്കും അങ്ങനെ തന്നെ ആയിരിക്കാൻ നമ്മൾ അലാവോളം ശ്രമിക്കാം. ഞങ്ങളുടെ ജീവ നിമിത്തം ഞങ്ങളെ നടത്തിയിരുന്നവരുടെ തല കുനിപ്പാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവരെ വീതിയിൽ ആരും പിടിച്ചു നിർത്തി അവരുടെ തല കുനിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരൊന്ന് ഉത്തരം കൊടുക്കേണ്ട ഒരവസ്ഥ, അതിനവരെ മനുഷ്യർ ചോദ്യം ചോദിച്ച് കൊടുക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വരുത്തത്തില്ല. ഞങ്ങൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രമല്ല, തിങ്കളാഴ്ച ക്രിസ്ത്യാനികളായിരിക്കും. അതെന്താ? ഞായറാഴ്ച ക്രിസ്ത്യാനികളെ കൊണ്ട് ലോകം വർദ്ധിച്ചിരിക്കുക, പെരുകിയിരിക്കുക, പക്ഷെ തിങ്കളാഴ്ച ക്രിസ്ത്യാനികളില്ല. ഞാൻ ഇങ്ങനൊരു ചെറുകഥ കേട്ടിട്ടുണ്ട്. വിദേശത്ത്, ഞാൻ നിങ്ങളോട് ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ് നടത്തിക്കൊണ്ട് ഒരു പാസ്റ്റർ ബില്ല് പേ ചെയ്ത് ഇറങ്ങുക. അപ്പോൾ ആ ബില്ലിംഗ് കൗണ്ടറിൽ ഇരുന്ന ലേഡി, തിങ്കളാഴ്ചയാണ് അദ്ദേഹം ഷോപ്പിംഗ് ചെയ്യുന്നത്, ഞായറാഴ്ച ആ ചർച്ചിൽ പോയതാ. അപ്പം ആ സ്ത്രീ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അപ്പൊ മനഃപൂർവ്വമായിട്ടുള്ളൊരു കാര്യം ചെയ്തു. ഇദ്ദേഹം തിങ്കളാഴ്ച ക്രിസ്ത്യാനിയാണോ എന്നൂടെ അറിയാൻ, അതായത് ഞായറാഴ്ച പ്രസംഗിച്ചത് തിങ്കളാഴ്ച ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ ബില്ലിൽ ഒരു കാര്യം ചെയ്തു. അതായത് ചില സാധനങ്ങളുടെ ഇടാതെ ബില്ല് കുറച്ചു കൊടുത്തു, അല്ലെങ്കിൽ അതിനകത്ത് ബില്ലിട്ടു, പക്ഷെ പണം തിരിച്ചു കൊടുത്തപ്പോ തുക കൂടുതലായിരുന്നു. അത്രേ അദ്ദേഹത്തിന് ബാലൻസ് വരുത്തില്ല. ബാലൻസ് എണ്ണി നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ കൂടുതൽ പൈസ കിട്ടി. അവർക്ക് തെറ്റി കൊടുത്ത ആദ്യം അദ്ദേഹം ഓർത്തു, കുറച്ച് തുച്ഛമായ തുകയേ ഉള്ളൂ, ഇത് ഞാൻ തിരിച്ചു കൊടുത്ത് എന്തോ വിശ്വസ്ത കാണിക്കാനാ, അതുകൊണ്ട് അങ്ങ് പോകാം എന്ന് കരുതി കാലെടുത്ത് വെച്ചപ്പോൾ ആ മനുഷ്യൻ ഓർത്തു, വേണ്ട, ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടി പണം ആ ബില്ലിംഗ് കൗണ്ടറിൽ ആ ലേഡിയുടെ കൊടുത്തു. അവളത് തിരിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്നലെ നിങ്ങളുടെ സഭയിൽ വന്നിട്ടുണ്ടായിരുന്നു, താങ്കൾ മണ്ടേയും ക്രിസ്ത്യൻ തന്നെ ആയിരിക്കുമെന്ന് അറിയാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതാ എന്ന് പറഞ്ഞ ആ പണം തിരികെ മേടിച്ചിട്ട് ഇദ്ദേഹം പുറത്തോട്ടിറങ്ങുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്റെ ദൈവമേ, വെറും $1 വേണ്ടി അല്ലെങ്കിൽ $2 വേണ്ടി ഞാൻ എന്റെ യേശുവിനെ ഇപ്പം വിറ്റേനല്ലോ. കാരണം നമ്മുടെ വിശ്വസ്തത നാം ഉദ്ദേശിക്കുന്ന അളവിലല്ല ദൈവം കാണുന്നേ.
നാം വലിയ കാര്യങ്ങൾ വരാനിരിക്കുക. ഓ, വിശ്വസ്തരായത് കാണിക്കാൻ ചെറുതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ലോകത്തിന് അങ്ങനല്ല. കാരണം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും എന്താണെന്നറിയാമോ? ഞായറാഴ്ച ആലയത്തിൽ വരുന്ന വിശ്വാസികളും പ്രസംഗിക്കുന്ന പാസ്റ്ററെ അല്ല തിങ്കളാഴ്ച ലോകം കാണുന്നേ. വ്യത്യസ്തമായ മുഖങ്ങൾ, അവിശ്വസ്തമായ ജീവിതം. നാവും ഞായറാഴ്ച ചലിച്ച നാവേല സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നീ നല്ലവനെന്ന് ആർത്തുപാടിയ അവന്റെ വിശുദ്ധിയെ പ്രസംഗിച്ചു വരും. ആ പ്രസംഗം ഏറ്റെടുത്തു വരും. തിങ്കളാഴ്ച അവരുടെ നാവിനെ ഇഷ്ടമുള്ള പോലെ ചലിപ്പിച്ച് ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങി വീണ്ടും ഞായറാഴ്ച ക്രിസ്ത്യാനികളായി അവർ അകത്തേക്ക് വരുന്ന ലോകത്തിൽ അങ്ങനെയുള്ള എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, ദൈവമേ, ഞങ്ങൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാവ് ഞായറാഴ്ച ചലിച്ച പോലെ തന്നെ തിങ്കളാഴ്ച ചലിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾക്ക് ആ ആഴ്ച മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആലയത്തിന്റെ 4 ചുവരിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ വിശ്വസ്തയും നാവിന്റെ നേരും ജീവിതത്തിന്റെ നേരും, മറിച്ചത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അത് ഞങ്ങളുടെ പുറപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ലോകം തീർച്ചയായും നമ്മളെ ക്രിസ്തുവിന്റെ ശിഷ്യരെന്നറിയും. ചിലരെങ്കിലും സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് stay true to the Lord. ഇങ്ങനെ നിലനിൽക്ക്. എങ്ങനെ? വിശ്വസ്തരായി ഉറച്ചു നിൽക്ക്. എങ്ങനെ ഉറച്ചു നിൽക്കണം? നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായി മേൽപ്പറഞ്ഞ ജീവിത ശൈലിയിൽ പെരുമാറ്റത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ പൗലോസ് അപ്പോസ്തലന് ഇവരോടുള്ള അഗാധമായ സ്നേഹം അവിടെ വെളിപ്പെടുത്തുന്നു. ഇനി 4:2 കർത്താവിൽ അത് പറഞ്ഞിട്ട് വളരെയധികം നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അപ്പോസ്തലൻ അവിടെ പരാമർശിക്കുമ്പോൾ അതിനകത്ത് വലിയ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. 2 സ്ത്രീകളുടെ സഹോദരിമാരുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമൻ മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ, മേൽപ്പറഞ്ഞ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. യുവതിയോടും ഞാൻ അപേക്ഷിക്കുന്നു, സുന്ദുക്കയോടും അപേക്ഷിക്കുന്നു, നിങ്ങൾ കർത്താവിൽ ഏകഭാവമുള്ളവരായിരിക്കുക. അപ്പൊ അവിടെ ചില ഡിസ്പ്യൂട്ട് ഉണ്ട്, തമ്മിൽ ചില ഡിസഗ്രിമെന്റ് ഉണ്ട്, ഒന്നിച്ചു പോകാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്. അതിനെയും പരാമർശിക്കുക. പക്ഷെ അങ്ങനെ പരാമർശിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം, അവരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹീത ഫലങ്ങൾ, തന്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന ആ തണുപ്പ്, താൻ അനുഭവിക്കുന്ന സന്തോഷവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പേരവിടെ. പ്രിയപ്പെട്ടവരെ, കൊള്ളരുതാത്തവരോടല്ല പറയുന്നേ. ദൈവത്തിനുവേണ്ടി ഫലം കായ്ക്കുന്നതിനോട് നമുക്കിത് പറഞ്ഞേ പറ്റൂ. നമ്മളോട് ദൈവത്തിന് സംസാരിച്ചേ പറ്റൂ. നമ്മളെ നമ്മുടെ വഴിക്ക് വിടുന്നതല്ല ദൈവിക ഉദ്ദേശം. നമ്മളെ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിക്കുന്നതാണ് ദൈവിക ഉദ്ദേശം. നമ്മുടെ ഹിതത്തിന് നമ്മളെ വിട്ടുകളയുന്നതല്ല ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടുവരുന്നതാണ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോസ്തലൻ ഇവിടെ 2 സഹോദരിമാരുടെ പേരാണ് ഇവിടെ പറയുന്നത്. 2 ക്രിസ്തീയ സഹോദരിമാർ. പൗലോസ് അപ്പോസ്തലന് നല്ല വ്യക്തിപരമായി പരിചയവും വേലയിൽ കൂട്ടാളികളുമായിരുന്നവർ. പറയും, അയ്യോ, അത്രയും മെച്യൂറായവർക്കൊക്കെ, അത്രയും പക്വത പ്രാപിച്ചവർക്കൊക്കെ വിവിധ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? തർക്കമുണ്ടാകുമോ? പിണക്കമുണ്ടാകുമോ? ഉണ്ടാകും. അത് വലിയ ആശ്ചര്യമൊന്നുമല്ല. എപ്പം വേണേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എപ്പം വേണേലും പിണക്കത്തിന് കാരണം ഉണ്ടാകാം. എപ്പം വേണേലും ഡിസ്അഗ്രിമെന്റ് ഉണ്ടാകാം. പക്ഷെ അതുണ്ടാകുന്നതല്ല ഇവിടുത്തെ വലിയ പ്രശ്നം. അതുണ്ടാകുമ്പോൾ മെച്യൂർ ക്രിസ്ത്യൻസ്, പക്വതയുള്ള ക്രിസ്ത്യാനികൾ പ്രതികരിക്കുന്ന വിധമാണ് ഇവിടെ ശ്രദ്ധേയം. പക്വതയുള്ളവർ ഡിസ്അഗ്രിമെന്റിനെ,
വിയോജിപ്പുകളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പക്വമായ രീതിയുണ്ട്. അത് അപ്പോസ്തലൻ ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു? തന്റെ കിരീടവും സന്തോഷവുമായുള്ളവരിൽ നിന്ന്. നമുക്കറിയില്ല എന്താണ്, പക്ഷെ അവര് ആരാണെന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് തുണ നിൽക്കണമെന്ന് സാക്ഷാൽ ഇണയാളികളുള്ളവയെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമൻ മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. സുവിശേഷ ഘോഷണത്തിൽ അപ്പോസ്തലനോടൊപ്പം ഒന്നിച്ച് വേല ചെയ്ത ആ സഭാ സ്ഥാപനത്തിൽ കൂടെയുള്ളവർ, ഫിലിപ്പിയൻ ചർച്ചിന്റെ ആരംഭകാലത്തിൽ തന്നെ ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സഹോദരികൾക്കിടയിലാണ് വിയോജിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു പറയുമ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം ഒരു സ്ട്രോങ് റിക്വസ്റ്റ് ആണ് അവരോട്, ടു എഗ്രി വിത്ത് ഈച്ച് അതർ. നിങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിൽ നിങ്ങൾ ഒരുമിക്കണം. അപ്പം നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം 2:2 നമ്മളത് ഒന്ന് ചിന്തിച്ചതാണ്. ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടിയല്ല, ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം. ഈ സഭയ്ക്കകത്ത് അല്ലറ ചില്ലറ വിയോജിപ്പുകൾ ഉണ്ടെന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ചിന്തിച്ചത് ആ ക്രിസ്തുവിന് വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആത്മയും മനസ്സുകളും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ, അപ്പോൾ നമുക്ക് ഊഹിക്കാം, ശാഠ്യവും ദുരഭിമാനവും ഇവരെ യോധിയെയും സുന്ദുക്കയും കയറി പിടിച്ചിട്ട് ഉണ്ടായിരിക്കാം. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവീൻ. ഇത് പറയുമ്പോൾ ഇവിടെ പേര് പരാമർശിച്ചില്ല. പക്ഷെ 4-ാം അധ്യായം അല്ലെങ്കിൽ ലേഖനത്തിന്റെ ഒടുവിലത്തെ ഭാഗം എത്തുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, പൊതുവെ നമ്മളെ ഒക്കെ ഇടയിലാണെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ഞാൻ പറയാം. നമ്മുടെ പൊതുവെ ഉള്ള പ്രശ്നമാണ്, ഒരാൾ തെറ്റ് ചെയ്യുന്നതല്ല ആ തെറ്റ് ചെയ്താത്ത വിഷയം, ആ തെറ്റ് ചെയ്ത് ആരാ പറഞ്ഞു കൊടുത്തേ? ഞാൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് പാസ്റ്റിനടുത്ത് എത്തിച്ചതാരാ? ഇതാണ് ഇന്ന് സഭയെ വലയ്ക്കുന്ന ഏറ്റവും വലിയ വിഷയം. ഇതാരാ അപ്പോസ്തലനോട് എന്നാലും പറഞ്ഞേ? യുവതിയുടെയും സുന്ദുക്കയുടെയും കാര്യം ആദ്യം കോമൺ ആയി പറഞ്ഞു, ഏക മനസ്സുള്ളവരായി ക്രിസ്തുവിൽ ഒരേ മനസ്സോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെ കാറ്റുള്ള ശ്രേഷ്ഠനം. ഷാഠ്യവും അവിടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ അപ്പോസ്തലനുള്ളിൽ പേരുണ്ടെന്നുള്ളത് ഇപ്പം വ്യക്തമായി. ഇന്നത്തെ യുവതിയെയും സുന്ദുക്കയായിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായേനെ? യുവതിയെ സുന്ദുക്കയും കൂടെ ഒന്നിക്കും. പക്ഷെ ആരാണോ പറഞ്ഞു കൊടുത്തത്? അതായത് സഭയ്ക്കകത്തൊരു ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ, ഒരു വിയോജിപ്പുണ്ടാകുമ്പോൾ, സഭയ്ക്കകത്ത് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെ പരിഹരിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രശ്നം എന്നു ചോദിച്ചാൽ, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതിനേക്കാൾ പ്രശ്നം ആരാണ് ഇവിടെ എത്തിച്ചെന്നുള്ള പ്രശ്നം. ഇതൊരു വലിയ അപകടകരമായ സ്വഭാവമാണ്. അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഈ അസൂയയും പിണക്കവും ഉണ്ടെന്ന് ക്ലേവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടി. ദൈവസഭയ്ക്ക് അതൊരു പ്രശ്നമുണ്ടെങ്കിൽ, ചിലർ തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിൽ, ചിലർ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിൽ, ആ വിയോജിപ്പാണ് പ്രശ്നം. ആ വിയോജിപ്പിനെ പക്വതയുള്ള ലീഡേഴ്സ് കൈകാര്യം ചെയ്താണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്തുവാ? വിയോജിപ്പ് ഒരു പ്രശ്നമേ അല്ല. വിയോജിപ്പ് എങ്ങനെ അവരറിഞ്ഞു? എന്താ സംഭവിക്കുന്നത്? കൊണ്ട് ജഡികരായി തന്നെ തുടരും. ഒരിക്കലും ചികിത്സ നടക്കത്തില്ല.
ഒരിക്കലും സഭയ്ക്കകത്ത് അതെ സഭയുടെ അവയവങ്ങൾ ശക്തി പ്രാപിക്കത്തില്ല. പക്ഷെ അപ്പോസ്തലരുടെ കാലത്തിൽ ആ പ്രശ്നമില്ലായിരുന്നു. കത്തെഴുതി മുന്നോട്ട് വന്നപ്പോൾ അപ്പോസ്തലരുടെ ഹൃദയത്തിൽ എന്തില്ല, പേര് മറച്ചു വെക്കാൻ. അവരെല്ലാം കൂടെ വായിക്കുമല്ലേ, ഞാൻ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായി ആഴമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, ഐ പ്ലീഡ് യു, urge you, ഒരു സ്ട്രോങ് റിക്വസ്റ്റാ കൊടുക്കുന്നത്. നമ്മുടെ ഇതിൽ അപേക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു കമാൻഡിന്റെ രൂപത്തിലാ ഉള്ള അപേക്ഷയാ. അല്ലെങ്കിൽ അത് കമാൻഡ് എന്നല്ല, തന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന്. ഇനിയും നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇത്രയും സ്നേഹിക്കുന്ന, ഇത്രയും സന്തോഷകാരണമായി തീർന്ന, ഇത്രയും കഷ്ടത്തോടെ കടന്നുപോയിട്ട് കർത്താവിന് നിൽക്കുന്ന ദൈവസഭയ്ക്കകത്തും ശാഠ്യവും ദുരഭിമാനവും കയറിക്കൂടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നും കണ്ടിങ്ങനെ എന്താ പറയണ്ടേ, അയ്യോ ഇങ്ങനെ നമ്മള് പക്വതയുള്ളവർക്ക് അയ്യോ ഒന്നുമില്ല. പക്വതയുള്ളവർ തിരിച്ചറിയും. അയ്യോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ശാഠ്യമോ, അയ്യോ ഇത്രയും പ്രാർത്ഥന അവർക്ക് വിയോജിപ്പോ, ഇത്രയും പ്രാർത്ഥന അവർക്ക് അങ്ങനെ ഉണ്ടാകാം. കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ശക്തമായ സുവിശേഷ ഘോഷത്തിൽ പോരാടിയ 2 സ്ത്രീരത്നങ്ങളെ കുറിച്ചായി പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുകയല്ല വേണ്ടത്, പിന്നെയോ അതിനെ പ്രായോഗികമായി ചിന്തിച്ച് പക്വതയോടുകൂടെ ആ 2 കൂട്ടർക്കും ഇടർച്ച വരുത്താതെ അവരെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കാനുള്ള പ്രായോഗിക നടപടികളാണ് എടുക്കേണ്ടത്. അതിനവരെ സജ്ജരാക്കിയാണ് വേണ്ടത്. ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ കുറ്റം വേറൊരാളും പറഞ്ഞ ആ ഡിസഗ്രിമെന്റിനെ, ആ വിയോജിപ്പിനെ വികലമാക്കുകയോ വഷളാക്കുകയോ ചെയ്യാൻ പാടില്ല. 2 പേരെ ചേർത്ത് നിർത്തി നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എനിക്കാരാണ്, സഭയ്ക്കാരാണെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്, നിങ്ങൾ നാളെയും അങ്ങനെ ആയിരിക്കണം. അതിന് വിയോജിപ്പ് ഒരു തടസ്സമാകരുത്. പ്രിയരെ, നമ്മളെ നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ നമ്മൾ ചിലത് പറയത്തില്ലേ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങള് യോധയെ ചിന്തിക്കുകയും തമ്മിൽ മിണ്ടത്തില്ലെങ്കിലും ഞങ്ങള് വ്യക്തിപരമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ഇന്നത്തെ നയമാണല്ലോ. എനിക്ക് പലരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്നെ പലരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. അപ്പോസ്തലൻ പറയാ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങൾ തമ്മിലുള്ള വിയോജിപ്പ് മാറണം. എന്താ കാര്യം? അത് ദൈവസഭയുടെ ഐക്യതയെ ബാധിക്കും. ഏക മനസ്സുള്ളവരായി. കാരണം എന്നറിയോ, നിങ്ങളുടെ വിയോജിപ്പിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ശാഠ്യവും ദുരഭിമാനവും നിങ്ങൾ കടന്നുകൂടിയോണ്ടാണ് നിങ്ങൾക്ക് തമ്മിലൊന്നും താഴ്ന്നു കൊടുക്കാൻ പറ്റാത്തത്. തമ്മിലെ സൗമ്യത നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. യോദ്യക്ക് സുന്ദുക്കയെ തന്നേക്കാൾ ശ്രേഷ്ഠം നേടാൻ പറ്റുന്നില്ല, സുന്ദുക്കയ്ക്ക് യോദ്യയെ തന്നേക്കാൾ ശ്രേഷ്ഠം നേടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഡിസഗ്രിമെന്റ് കേവലം ഒരു ഡിസഗ്രിമെന്റ് അല്ല, വിയോജിപ്പല്ല. ആ വിയോജിപ്പ് തുടരാനുള്ള കാരണം ഹൃദയത്തിൽ നിന്ന് എവിടെയോ കടന്നുകൂടിയ ശാഠ്യവും ദുരഭിമാനവും മാറാതെ പിടിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സഹോദരിയോട് മിണ്ടാതിരിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അവഗണിക്കുന്നത് തെറ്റാണ്. വിയോജിപ്പ് അതിനേക്കാൾ വലിയ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരി മിണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ മുഖം തിരിക്കുന്നുള്ളത് ദൈവം നോക്കും. എന്തുകൊണ്ടാണ് എന്നിൽ ആ പെരുമാറ്റം? എന്നിൽ ശാഠ്യവും ദുരഭിമാനവും ഉണ്ടെങ്കിൽ അത് ദൈവം കാണുന്ന ഏറ്റവും വലിയ അപകടമാണ്. ദൈവസഭയ്ക്ക് അത് ഏറ്റവും വലിയ മലിനതയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ പ്രബോധിപ്പിക്കുന്നതന്നെ ഉണ്ട്, നമ്മുടെ ചിലർക്ക് അപേക്ഷിക്കുന്നുള്ളതാണ്. സാക്ഷാൽ ഇണയാനുള്ളവരെ അവർക്ക് തുറന്നു നിൽക്കാം. അതിവിടെ പറയുന്ന ആരാന്ന് പറയുന്നില്ല. എന്റെ വിശ്വസ്ത സഹകാരിയായ നിന്നോട്, ആ ആളുടെ പേര് വേദോസത്തിലില്ല. ഫിലിപ്പിയൻ ചർച്ചില് അപ്പോസ്തലന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് പറയുന്നുണ്ട്, നീ അവർക്ക് തുണ നിൽക്കണം. അവരെ തമ്മിൽ തല്ലിപ്പിക്കണമെന്നല്ല, തുണ നിൽക്കണം. വിയോജിപ്പുള്ളവർക്ക് ആര് തുണ നിൽക്കണം? പക്വതയുള്ളവർ തുണ നിൽക്കണം. പക്ഷെ സഭകളിൽ അങ്ങനല്ല. എന്തെങ്കിലും വിയോജിപ്പുണ്ടെ അതുടനെ മുതലെടുക്കും. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അറിയത്തില്ലേ,
പണ്ടേ പിന്നെ നമ്മൾ മുതലെടുപ്പാണ് നടക്കണ്ടേ. പക്ഷെ അപ്പോസ്തലൻ പറയാണ്, തന്റെ വിശ്വസ്തനായ ഒരു സഹകാരിയായ തന്റെ സഹോദരനോട് പറയുക. അതാണ് പറയുന്നത്, സാക്ഷാൽ ഇണയായുള്ളവേ എന്ന് പറഞ്ഞാൽ അത് അൺനോൺ ആണ് നെയിം. വിവിധ രീതിയിൽ തിയോളജൻസ് പല പറയുന്നുണ്ടെങ്കിലും ഇന്ന് വരെ അത് വ്യക്തമായി ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ആരാണ്. നമുക്കും അതുകൊണ്ട് അറിയില്ല ആരാണ്. ആരാണേലും അപ്പോസ്തലന്റെ ഒരു വിശ്വസ്ത സഹകാരിയായ അല്ലെങ്കിൽ എന്താ പറയണ്ടേ സഹോദരനായ ഒരാളോട് ആണ് ഈ പറയുന്നത്, സാക്ഷാൽ എന്റെ പ്രിയപ്പെട്ടവനായുള്ളവേ, എന്റെ സഹകാരിയായുള്ളവേ, ഞാൻ നിന്നോട് പറയുന്നു അവർക്ക് തുണ നിൽക്കണം. എന്ന് വെച്ചാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഈ വിഷയത്തിൽ നീ വ്യക്തമായിട്ട് അവരെ കരുതണം. അത് വേണ്ട പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഈ സമയത്ത് അവർക്ക് നിന്റെ സഹായം ആവശ്യമാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ഏകചിന്തയോടിരിപ്പീൻ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ കർത്താവിലുള്ളവരാകയാൽ നിങ്ങളുടെ വിയോജിപ്പുകളെ സെറ്റിൽ ചെയ്യുക. പ്ലീസ്, because you belong to the Lord, settle your disagreement. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഡിസഗ്രിമെന്റ് വരുമ്പോൾ ഓർത്തോണം, നമ്മൾ ആർക്കുള്ളവരാണ്. കർത്താവിനുള്ളതാണെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളത്. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം എപ്പോഴാ വരുന്നത്? നാം കർത്താവിനുള്ളവരാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാതെ ശാഠ്യത്തിന്റെയും ദുരഭിമാനത്തിന്റെയും സ്ഥാനത്ത് സൗമ്യത വരും. ഞാൻ എനിക്കുള്ളവ, ഞാൻ ആരുടെയും അടിമയൊന്നുമല്ല, ഞാൻ മാത്രം എന്തിനു താഴ്ന്നു കൊടുക്കണം, ഞാൻ മാത്രം എന്തിനു വിട്ടുകൊടുക്കണം എന്ന് ചിന്തിച്ചാൽ ശാഠ്യവും ദുരഭിമാനവും വർദ്ധിച്ചു പോവും. എന്നാൽ ഞാൻ കർത്താവിനുള്ളവളാണ്, കർത്താവിനുള്ള എനിക്ക് എന്റെ സഹോദരിയുമായി എഗ്രിമെന്റിലേക്ക്, യോജിപ്പിലേക്ക്, ഐക്യതയിലേക്ക് വന്നേ കഴിയത്തുള്ളൂ എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ ഡിസ്അഗ്രിമെന്റ് അവിടെ മാറും. എന്നിട്ട് പറയുകയാണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയോട് പറയുകയാണ്, ആൻഡ് ഐ ആസ്ക് യു മൈ ട്രൂ പാർട്ട്ണർ. തന്റെ പാർട്ട്ണറിനോട് പറയുകയാണ്, ഈ രണ്ട് സ്ത്രീകളെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇവർ ഏതെങ്കിലും കാരണത്താലാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഇവർ തമ്മിൽ അകന്നു എന്നുള്ള വർത്തമാനം എനിക്ക് കിട്ടി. എനിക്കതിന് വ്യക്തമായ തെളിവുണ്ട്. ആരും അസൂയ കൊണ്ട് പറഞ്ഞതല്ല, ഇവരെ നശിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഇവരെ വേലയിൽ നിന്ന് മാറ്റിക്കളയാൻ പറഞ്ഞതല്ല, ഇവരെ കൊള്ളരാത്രിയെ മുദ്രകുത്താൻ പറഞ്ഞതല്ല. ഇത് പറഞ്ഞത് ആരോ, അറിയിച്ചത് ആരോ, എങ്ങനെ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ലെങ്കിൽ ഒരു കാര്യം അറിയാം, അറിയിച്ചവർക്ക് ഇവരെ കർത്താവിന് വേണ്ടി നിർത്തണമെന്ന് ആഗ്രഹമുള്ളത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നാളെയും കർത്താവിന്റെ വേലയ്ക്ക് യുവതിയെയും സുന്ദുക്കയും പ്രയോജനപ്പെടണം. കാരണം അവരുടെ മേൽ എന്ത് കൃപ പകർന്നിട്ടുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ ശക്തമായി പോരാടാനുള്ള ദൈവകൃപയുള്ള അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ക്രിസ്തീയ സഹോദരിമാർ, പുതിയ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാർ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ വിയോജിപ്പുണ്ടായാൽ അത് ബാധിക്കുന്ന സഭയെ കർത്താവിന്റെ വേലയോ. സ്നേഹത്തോടെ തന്റെ ട്രൂ പാർട്ട്ണറിനോട് കൽപ്പിച്ചുകൊണ്ട് പറയുക, നീ സ്ത്രീകൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യണം. എന്ത് സപ്പോർട്ട് ചെയ്യണം? ശാഠ്യത്തെ ദുരഭിമാനത്തെ സപ്പോർട്ട് ചെയ്യണോ? അല്ല, അവർ ക്രിസ്തുവിനുള്ളവരാണെന്നുള്ള ബോധ്യം വരുത്തണം. അപ്പൊ അവർക്ക് മനസ്സിലാകും ക്രിസ്തുവിനുള്ളവർക്ക് എന്ത് പാടില്ല, ശാഠ്യവും ദുരഭിമാനവും. ശാഠ്യവും ദുരഭിമാനം മാറുമ്പോൾ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി അതിനെന്ത് മാറും? വിയോജിപ്പ് മാറും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് വ്യക്തിബന്ധങ്ങളെ ഇല്ലാതാക്കുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറയാം, എന്റെ വാക്കുകൾ നിർത്താൻ എനിക്കറിയാൻ സമയം തീർന്നു. യുവത്തെയും സുന്ദുക്കയും ഫിലിപ്പിയൻ ചർച്ചിന് അനുഗ്രഹമാണ്. പ്രിയരെ, ഇന്ന് രാത്രി നമ്മളൊരു കാര്യം ഓർത്തോണം, നാം നമ്മുടെ സഭയ്ക്കൊരു അനുഗ്രഹമാണെങ്കിൽ, നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം പോരാടേണ്ടവരാണെങ്കിൽ, പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ശാഠ്യമോ ദുരഭിമാനമോ ഞാൻ എന്ന ഭാവമോ വന്നാൽ
അത് വിയോജിപ്പിലേക്കും അത് നമ്മുടെ ശുശ്രൂഷയും കർത്താവ് ഏൽപ്പിച്ച വേലയും ബാധിക്കും. സഭയ്ക്ക് നാം അനുഗ്രഹത്തിന് പകരം വലിയ ദുഃഖമായി തീരും. അത് നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം ക്രിസ്തുവിൽ ഉള്ളവർ, ഫിലിപ്പിയർ 2 ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്ന പോലെ, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ആ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഇവിടെ ഇതാ യുവതിയെയും സുന്ദുക്കയും ഏകഭാവത്തിൽ നിന്ന് മാറിപ്പോയി. അവരിൽ വലിയ ഐക്യതയും ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ശക്തമായ ഐക്യതയുള്ള 2 സഹോദരിമാർ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അകന്നപ്പോൾ അതിനെ സാരമില്ലെന്ന് എണ്ണുകയല്ല ലീഡേഴ്സ് ചെയ്തത്, അപ്പോസ്റ്റലന്മാർ ചെയ്തത്. അവരുടെ വാല്യൂ അറിഞ്ഞുകൊണ്ട്, ശുശ്രൂഷയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട്, അവര് കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഭാരമായി തോന്നിയില്ല. നമുക്ക് ഉറപ്പിക്കാം അവർ എന്ത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ അപ്പോസ്തലന്റെ ഈ കത്ത് അവരുടെ ഹൃദയങ്ങളെ നിരപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായും അതിനൊരു ഫലം കണ്ടിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി, എന്ന് വെച്ചാൽ നിത്യജീവൻ അവകാശികളായി തീർന്ന എന്റെ ഇന്ന് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, സുവിശേഷ ഘോഷണത്തിൽ പോരാടുവാൻ, കർത്താവിന്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് എന്റെ പ്രിയരെ, സഭയുടെ ആരംഭത്തിൽ മാത്രം അത് മതിയോ? ഫിലിപ്പൻ ചർച്ചിന്റെ തുടക്കത്തിൽ യുവതിയെയും സുന്ദുക്കയും ശക്തരായ പോരാളികളായിരുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ നാൾ നിങ്ങൾ എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനത്തിൽ ക്ലേമന്ത് മുതലായ കൂട്ടുവേലക്കാരുമായി നിത്യജീവന്റെ അവകാശികളായിരുന്നു, ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന വേലക്കാരുമായി ഒരുപോലെ നിന്ന് വേല ചെയ്ത എന്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ തന്റെ പർട്ടിക്കുലറായ ഒരു വ്യക്തിയോട്, ഒരു തന്റെ സാക്ഷാൽ ഇണയാളിയായി ഉള്ളവെന്ന് പറഞ്ഞാൽ തന്റെ ട്രൂ പാർട്ട്ണറായ ഒരു വ്യക്തിയോട് അപ്പോസ്തലൻ അപേക്ഷിക്കുകയാണ്, നീ സ്ത്രീകൾക്ക് തുണ നിന്നുകൊണ്ട് ഇവരെ ഏകഭാവത്തിലേക്ക് കൊണ്ടുവരണം, അവർക്ക് ബോധ്യം വരുത്തണം, അവർ ക്രിസ്തുവിനുള്ളവരായതുകൊണ്ട് അവർക്ക് വിയോജിപ്പ് പാടില്ല, അവർ യോജിച്ച് നിന്നാൽ അത് സഭയ്ക്കും കർത്താവിന്റെ വേലയ്ക്കും അനുഗ്രഹമാണ്. പ്രിയരെ, നമ്മൾ എത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒന്നിലധികം കുഞ്ഞുങ്ങളുള്ളവരെല്ലാവരും ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? ഞാൻ എത്ര മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി, ഐക്യതയുള്ളവരായി, പരസ്പരം വഴക്കടിക്കാതെ സഹോദരങ്ങൾ സ്നേഹിക്കണം. അത് വലിയ നേട്ടമായിട്ടല്ലേ മാതാപിതാക്കൾ കാണുന്നത്. അപ്പോസ്തലൻ പറയുക, ഞാൻ വലിയ നേട്ടമായി കാണുന്നു യുവതിയും സുന്ദുക്കയും ഒന്നിക്കുന്നത്. കാരണം അവർ ഒന്നിക്കുന്നത് ആർക്കാ പ്രയോജനം എന്നറിയാമോ? കർത്താവിന്റെ സഭയ്ക്കുമാണ്. അവർ ഏക ശ്രേഷ്ഠ മനോഭാവത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയ്ക്ക് അത് ഏറ്റവും ഉന്നതിയാണ്. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങൾ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മുടെ ചിന്താഗതികളെ ഒന്നുകൂടെ നമുക്ക് വിലയിരുത്താം. അപ്പോസ്തലനായ പൗലോസിന്റെ സന്തോഷ കാരണവും മകിടവുമായി തീർന്ന ഫിലിപ്പിയൻ ചർച്ചിനെ പോലാണോ നമ്മൾ? നമ്മൾ വിശ്വസ്തരായ ദൈവത്തിൽ നിലനിൽക്കുന്നവരാണോ? അതോ പോകുന്ന വഴിക്ക് പോകുന്നവരാണോ? സാഹചര്യങ്ങൾ കൊള്ളാമെങ്കിൽ ഞാൻ നിൽക്കാം, ദൈവം എന്നോട് അനുകൂലമാണെങ്കിൽ ഞാൻ ദൈവത്തോട് അനുകൂലമാകാം, എനിക്ക് മനസ്സിന് സന്തോഷം തരുവാണെങ്കിൽ ഞാൻ സന്തോഷത്തോട് ഓടി ദൈവസന്നിധി വരാം എന്നുള്ളതാണോ നമ്മുടെ മനോഭാവം? പിന്നെ എനിക്ക് ഇതിൽക്കുള്ള താഴാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എത്രത്തോളം താഴ്ന്നേ, ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ എന്നുള്ള ചിന്തയാണോ? അതോ കർത്താവേ, ഞാൻ നിനക്കുള്ളവളാകയാൽ, ഞാൻ നിനക്കുള്ളവനാകയാൽ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിനുള്ളവരുടെ ഹൃദയത്തിൽ ശാഠ്യത്തിനും ദ്രവ്യമാനത്തിനും സ്ഥാനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിൽ ഏകഭാവത്തിനും താഴ്മയ്ക്കും സൗമ്യതയ്ക്കും ആ സ്ഥാനമെങ്കിൽ നമുക്കൊരു ചോദ്യം നമ്മളോട് ചോദിക്കാം. എല്ലാ വിയോജിപ്പുകളെ മാറ്റുവാൻ കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യമൊന്നുമില്ല. അതിന് തലനാരിയെ കീറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മതി, ക്രിസ്തുവിനുള്ളവരാണെന്നുള്ള ആ ക്രിസ്തുവിൽ ആർദ്രതയും മനസ്സലിവും വല്ല ആശ്വാസവും വല്ല ബലവും എൻകറേജ്മെന്റും ധൈര്യവും മനസ്സലിവും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം മതി മറ്റുള്ളവർ ആ മനസ്സലിവ് കാണിക്കാൻ. പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ വിവരങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ സഹോദരിമാർ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ സഹോദരന്മാർ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ നയിക്കുന്നവർക്ക് സന്തോഷവും മകുടവുമായി ഞങ്ങൾ നിലകൊള്ളും.
അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.